ഇതിലിപ്പോൾ FIR രജിസ്റ്റർ ചെയ്തത് ആദ്യം തിരോധാനം, കുഞ്ഞിൻ്റെ തിരോധാനം എന്നുള്ളതിലാണ്. പിന്നീട് കുഞ്ഞിനെ മരിച്ച് ആ നിലയിൽ കൊലപാതകമാണെന്ന് പറയുന്നു. അപ്പോൾ ആ കൊലപാതക ഇതിൽ കേസെടുക്കണം. ഈ പ്രതി അമ്മ തന്നെയാണ്, മാതാവ് തന്നെയാണ്, ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തും, ആ രീതിയിലുള്ള വിവരങ്ങൾ ശ്യാംകുമാറിനോട് നമുക്ക് ചോദിക്കാൻ തോന്നുന്നു. അതെ, ശ്യാംകുമാർ വിശദാംശങ്ങളുമായുണ്ട്. ശ്യാമ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക? അതായത് ഇപ്പോൾ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുണ്ടാകും, അതുപോലെ തന്നെ എന്താണ് ഇതിനു മുൻപ് സംഭവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാനുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കുട്ടിയെ കാണാതായപ്പോൾ കേരള പോലീസ് ആക്ട് പ്രകാരം പുത്തൻകുരിശ് പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ആ FIR ഇപ്പോൾ മാറ്റി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയുടെ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. അമ്മയുടെ പേര് സന്ധ്യ എന്നാണ്. അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തും എന്നുള്ളത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചെങ്ങമ്മനാട് പോലീസ് മറ്റൊരു FIR കൂടി ഇന്ന് രാവിലെ രജിസ്റ്റർ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത് കുട്ടിയെ പുഴയിൽ എറിഞ്ഞതിനും കുട്ടിയുടെ അമ്മയ്ക്കെതിരെയും അമ്മയെ പ്രതിയാക്കിക്കൊണ്ട് തന്നെയാണ് കേസ്. ഇതിനു പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെ ചികിത്സിച്ചിരുന്ന മാനസികാരോഗ്യ വിദഗ്ധരെ പോലീസ് വിവരങ്ങൾ ശേഖരിക്കാനായി സമീപിക്കുമെന്നുള്ള വിവരമാണ്. എത്ര നാളായി ഇവർ ചികിത്സയിലായിരുന്നു എന്നുള്ളതും ഇവർക്ക് ഏത് രീതിയിലാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയതെന്നുള്ള വിവരങ്ങൾ ശേഖരിക്കും. അങ്ങനെയെങ്കിൽ അത് നേരത്തെ തന്നെ വന്ന വിവരം കുടുംബകലഹത്തെ തുടർന്നുണ്ടായ വിവാഹത്തിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കുട്ടിയുടെ പിതാവും ഈ കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയുടെ അമ്മയെ കൊലക്കേസിൽ പ്രതിയാക്കി FIR ഇന്ന് കൂടുതൽ വകുപ്പുകൾ ചേർത്ത് തിരുത്തും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുത്തൻകുരിശ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIRന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കുട്ടിയെ കാണാതായതിന് കുട്ടിയുടെ ബന്ധു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പാലത്തിൽ നിന്നാണ് ഈ കുട്ടിയുടെ അമ്മ സന്ധ്യ ഇന്നലെ ഈ പുഴയിലേക്ക് എറിയുകയും, ഇത് ചാലക്കുടി പുഴയാണ്, ഈ പുഴയിലേക്ക് എറിയുകയും പിന്നീട് രാത്രി ഏറെ വൈകിയുള്ള ചോദ്യം ചെയ്യലിൽ കുട്ടിയെ പുഴയിലേക്ക് ഇട്ടു എന്ന് അവർ സമ്മതിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ 7 മണിക്കൂറോളം നീണ്ടുനിന്ന തിരച്ചിലിലാണ് കുട്ടിയുടെ മൃതദേഹം ഈ പുഴയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നു. വൈകുന്നേരം ആ കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ ആ കുട്ടിയെ കിട്ടും, അല്പം താമസിച്ചതെങ്കിലും അതിനെ എവിടെയെങ്കിലും വെച്ച് കിട്ടും, ആ കുഞ്ഞിനെ കിട്ടും, കല്യാണിയെ തിരികെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പല സ്ഥലവും അമ്മ കള്ളം പറഞ്ഞു പോലീസിനോട്, പല സ്ഥലത്ത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു, കുട്ടിയെ കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കള്ളവും പോലീസ് കണ്ടെത്തി വീണ്ടും ചോദിക്കുമ്പോഴാണ് ഏറ്റവും അവസാനം പുഴയിൽ നിന്ന് താഴേക്ക് ഇട്ടു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന മറുപടി പോലീസിന് നൽകിയത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് വിശ്വസിച്ചില്ല. പിന്നീട് മുങ്ങൽ വിദഗ്ധരുടെ സഹായം തേടുകയും ഇങ്ങോട്ട് ഈ പോലീസ് സംഘം എത്തുകയും ചെയ്തു. ഇവിടെ കുട്ടിയുടെ അമ്മയെ കൊണ്ടുവന്നപ്പോഴും അവർ പറഞ്ഞത് അവളെ ഞാൻ താഴേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയത്. മുൻപ് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് ഈ കുഞ്ഞിനെയും സഹോദരനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കാര്യവും കുട്ടിയുടെ അമ്മ മൊഴിയായി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്ത FIRൽ കൂടുതൽ വകുപ്പുകൾ, അത് കൊലക്കുറ്റം ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു പുറമെ JJ ആക്ടിലെയും മറ്റു വകുപ്പുകൾ ചുമത്തുമെന്നുള്ള കാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇന്നലെ രാത്രി ആദ്യഘട്ടങ്ങളിൽ മാനസിക ദൗർബല്യം ഉണ്ട് എന്ന് വരുത്തി തീർത്ത് പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസാനം പോലീസിനോട് തന്നെ കുട്ടിയെ പുഴയിൽ എറിഞ്ഞു എന്ന് പറയുകയും പുലർച്ചെ 2:30 പുലർച്ചെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ആ മൃതദേഹം ഇപ്പോൾ അങ്കമാലി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അവിടെ നടക്കും. ഏതായാലും ഇന്ന് അമ്മയുടെ അറസ്റ്റ് രാവിലെ രേഖപ്പെടുത്തുമെന്നുള്ളത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തും. കുട്ടിയുടെ അമ്മയുടെ മാനസിക ദൗർബല്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും പോലീസ് ഇന്ന് രാവിലെ. ശ്യാംകുമാർ, ഈ മാനസിക ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും അമ്മയ്ക്ക് ഉണ്ടോ എന്നുള്ളതിൽ പരിശോധന ആവശ്യമാണ്. പക്ഷേ ശ്യാം ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം, അതായത് ആദ്യം മൊഴി മാറ്റി പറയുന്നു, പിന്നീടാണ് ഇങ്ങനെ കുഞ്ഞിനെ പാലത്തിന് മുകളിൽ നിന്ന് എടുത്തെറിഞ്ഞു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി ഒരു ആസൂത്രണം ഇതിലുണ്ടായിരുന്നു. അംഗനവാടിയിൽ ചെല്ലുന്നു, കുഞ്ഞിനെ കൃത്യമായി അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് വാങ്ങുന്നു, അത് കഴിഞ്ഞ് യാത്ര ചെയ്ത് കുറുമശ്ശേരിയിലെത്തുന്നു, അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് മൂഴിക്കുളത്തേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു പ്ലാനിങ്ങും അതിലൊരു മാനസിക വിഭ്രാന്തിയോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ആ ബന്ധു പറഞ്ഞ ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള സംഭവം, അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ അന്വേഷണം ആ വശത്തേക്കും നീങ്ങേണ്ടതാണ് അല്ലേ?
സ്മിത, തീർച്ചയായും. കാരണം ഇന്നലെ ആ കുട്ടിയെ പതിവ് പോലെ 3 മണിയോട് കൂടിയിട്ടാണ് അംഗനവാടികൾ കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. ആ സമയത്ത് തന്നെ ഈ സ്ത്രീ സന്ധ്യ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മ അവിടെ എത്തി ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ആ കുഞ്ഞ് ആ CCTVയിൽ കാണാം അവരോട് ഒട്ടിച്ചേർന്നാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഈ നാട് ഒന്നടങ്കമാണ് തിരച്ചിലിറങ്ങിയത്. ആ വാർത്ത നമ്മൾ ഉൾപ്പെടെ പ്രേക്ഷകരുമായി പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഓരോ പ്രദേശത്തും ആളുകൾ സ്വയം സന്നദ്ധരായി തന്നെയാണ് തിരച്ചിലിറങ്ങിയത്. എല്ലാവരുടെയും പ്രതീക്ഷ അമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും മറന്നതാണെങ്കിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഈ നാട് ഒന്നാകെ. ആ പ്രതീക്ഷ പുലർച്ചെ കുട്ടിയെ ഈ പുഴയിലേക്ക് എറിഞ്ഞു എന്ന അമ്മയുടെ മൊഴി വരുന്നതുവരെ തുടരുകയും ചെയ്തു. പിന്നീട് ആളുകൾ തിരച്ചിൽ നിർത്തുകയും അഗ്നിരക്ഷാസേനയുടെയും പ്രാദേശിക തിരച്ചിൽ സംഘത്തിൻ്റെയും ഒക്കെ ഇപ്പോൾ ഈ പെയ്യുന്ന മഴയേക്കാൾ കനത്ത മഴയാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. ഈ മഴയത്ത് പോലും ആ രാത്രിയിൽ കണ്ണുപോലും കാണാൻ കഴിയാത്ത സ്ഥിതിയിലും ആ മുങ്ങൽ വിദഗ്ധരൊക്കെ ഈ നദിയിൽ ഈ പുഴയിൽ മുങ്ങിയത് ആ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഒടുവിൽ ആ കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം ഇന്ന് പുലർച്ചെ കണ്ടെത്തുമ്പോഴേക്ക് ആ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, അവരെ ഇവിടെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ പോലീസ് പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്. വിവാഹത്തിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളാണ് അവരുടെ മാനസിക നില തെറ്റിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ഗാർഹിക പീഡനത്തിന് ഇരയാണ് ആ അമ്മ എന്നുള്ള ഒരു മൊഴി കൂടി പോലീസിന് നൽകിയിട്ടുണ്ട്. ഏതായാലും കുഞ്ഞിൻ്റെ മൃതദേഹം ഇന്ന് പുലർച്ചെയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. രാവിലെ ഇനി കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലും ഉണ്ടാകും. അതിൽ കൊലക്കുറ്റം അമ്മയ്ക്കെതിരെ ചുമത്തുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിന് തന്നെയാണ് പോലീസ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ FIR-ൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യമാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇവരുടെ കുടുംബ പ്രശ്നങ്ങളാണോ ഈ അമ്മയുടെ മാനസികാരോഗ്യത്തെ തകരാറിലാക്കിയതെന്നും അതിനെ തുടർന്ന് താൻ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലും ജീവിക്കേണ്ട എന്ന നിലയിലേക്ക് അവരെ എത്തിച്ചത് ആ ഒരു ചിന്തയാണോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയാകാനുള്ള സാധ്യത പോലീസും നിയമവിദഗ്ധരും തള്ളിക്കളയാത്തത്. ശ്യാമ, അതുപോലെ തന്നെ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ അങ്കമാലിയിലെ താലൂക്ക് ആശുപത്രിയിലാണല്ലോ. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടവും അതിനുശേഷവും സംസ്കാരവും ഒക്കെ നടക്കും. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പറയുമോ? ഈ കേസിൽ കുട്ടിയുടെ മൃതദേഹം നിലവിൽ അങ്കമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രാവിലെ അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കും. അത് പോലീസ് അവിടെ എത്തി, ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ റൂറൽ SP ഉൾപ്പെടെ അവിടെ എത്താനുള്ള സാഹചര്യമുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം, ആ 4 വയസ്സുകാരുടെ മൃതദേഹം അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യും. മരണകാരണം കൃത്യമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് വെള്ളത്തിൽ അമ്മ എറിഞ്ഞത് മൂലമാണോ, അതിനു മുൻപ് തന്നെ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിരുന്നോ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. പിന്നീട് ഈ മൃതദേഹം ഇപ്പോൾ നേരത്തെ പറയുന്നത് വെച്ചാണെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹം സംസ്കരിക്കാനായി ആർക്ക് വിട്ടു നൽകണം, അടക്കം ചെയ്യാനായി ആർക്ക് വിട്ടു നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകേണ്ടതുണ്ട്. ഏതായാലും നിലവിലെ നടപടിക്രമങ്ങൾ പ്രകാരം രാവിലെ ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ശ്യാംകുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വന്ന ആ വാർത്ത, അത് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ക്രിസ്റ്റീന. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ പല പ്രശ്നങ്ങൾ പറഞ്ഞ് കുറ്റം പറയും പല കാര്യങ്ങളിൽ. പക്ഷേ ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യം വന്നപ്പോൾ സ്വന്തം കുഞ്ഞ് എന്നുള്ള രീതിയിൽ എല്ലാവരും, കാരണം നമുക്കറിയാലോ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എത്ര നിഷ്കളങ്കമായി. അപ്പോൾ ആ ഒരു വാർത്ത പരന്നത് വളരെ പെട്ടെന്നായിരുന്നു. അത് ഒരു പക്ഷേ ഈ പെട്ടെന്ന് തന്നെയുള്ള തെരച്ചിലിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മുടെ സുഹൈൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അതിനുള്ളിലാണ് എങ്കിൽ കുട്ടിയെ ജീവനോടെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞ ഈ വിവരങ്ങൾ വച്ചാണ് ഈ പുഴയിൽ തെരച്ചിൽ തുടങ്ങിയത്. അതോടുകൂടി ഈ സംഭവമൊക്കെ മാറി മറിയുകയായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും അത്രയും ഉത്തരവാദിത്വത്തോടെ, അതുപോലെ തന്നെയാണ് ഈ രാത്രി വലിയ മഴയായിരുന്നു, തെരച്ചിലിനുണ്ടായിരുന്ന എല്ലാവരും പറയുകയായിരുന്നു നമുക്കും ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾ, ആ രീതിയിൽ
അത് തെരച്ചിൽ നടത്തുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നായിരുന്നു ഈ തെരച്ചിൽ നടത്തിയത്. പക്ഷേ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. പിന്നെ ഈ അമ്മയുടെ മാനസികാവസ്ഥയൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ മലയാളത്തിന് കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ചെറിയ രീതിയിൽ കാണുമ്പോൾ തന്നെ അത് കൃത്യമായി ചികിത്സ തേടുക. കുഞ്ഞിനെ ഒരമ്മ കൊല്ലുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ഈ കുടുംബ പ്രശ്നങ്ങളിൽ ആത്മഹത്യ ചെയ്തേക്കാം എന്നുള്ളൊരു തോന്നലിലാകാം ഇങ്ങനെ പോയത്. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോൾ ഏതായാലും അമ്മയുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് ശ്യാംകുമാർ നൽകിയത്. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നാണ് സംഭവിക്കുക. ഈ വാർത്തയിൽ തുടർ വാർത്തകൾ വരുമ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.